ഹായ് ഹലോ. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ദ ടോയ്ലറ്റ് എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ രണ്ടാമത്തെ ഭാഗവുമായിട്ടാണ് കേട്ടോ. ജിസ്ന മനോഫിൻ്റെ ദ ടോയ്ലറ്റ് എന്ന് പറയുന്ന അനുഭവക്കുറിപ്പ് നൽകിയ 5 പാരഗ്രാഫ് വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഈ ചാനലിൽ പോയിട്ട് തന്നെ കണ്ടു നോക്കുക. അതിൻ്റെ തൊട്ട് മുന്നേ ഞാൻ ടോയ്ലറ്റ് എന്ന് പറഞ്ഞ ആ സ്റ്റോറിയുടെ ഫസ്റ്റ് ഭാഗം പാർട്ട് 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. I was very lucky to have found that toilet because the window was very cold. അപ്പോൾ എന്താണ് പറയുന്നത്, കഥാനായിക പറയാം, ഞാൻ വളരെ ലക്കി ആയിട്ടാണ് എനിക്ക് തോന്നി. ബിക്കോസ് എന്താ, ഈ വിൻ്റർ തണുപ്പുള്ള സമയത്ത് നോട്ട് ദാറ്റ് ഇറ്റ് വാസ് എനി വാമർ ഇൻ ദർ ബട്ട് വൺസ് ഐ ഹാഡ് ക്ലോസ് ദ ഡോർ ഇറ്റ് യൂസ്ഡ് ടു ബി എ ലിറ്റിൽ ലെസ് വിൻഡി. എന്താണ് അവിടെ എന്താണ്, ആ ടോയ്ലറ്റിൽ അധികം തണുപ്പൊന്നുമില്ല, പക്ഷേ എന്താണ് ഡോറ് കുറച്ചൊന്ന് അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കാറ്റ് കടന്നു വരും. ആൾസോ ദ ടോയ്ലറ്റ് വാസ് വെരി സ്മോൾ. എന്താണ് പറയുന്നത്, അപ്പോൾ ആ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ ഇരുന്നാലും വിൻ്റർ സീസണിലാണെങ്കിൽ പോലും അവിടെ വലിയ തണുപ്പില്ല എന്നാണ് പറയുന്നത്. ആൾസോ ദ ടോയ്ലറ്റ് വാസ് വെരി സ്മോൾ. എന്താണ്, ടോയ്ലറ്റ് ചെറിയൊരു ടോയ്ലറ്റാണ്. ദ വാൾസ് വർ വണ്ടർഫുള്ളി ക്ലോസ് ടു മീ. ആ ചുമരുകളൊക്കെ നല്ല മനോഹരമായിട്ട് എൻ്റെ അടുത്താണ്. ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഇറ്റ് വാസ് മെയ്ഡ് ടു ഫിറ്റ് മീ എലോൺ. എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതുപോലെ ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുക. ഐ എൻജോയ് ദാറ്റ് കൈൻഡ് ഓഫ് പ്രൈവസി. ഞാൻ ഈ ഒരു പ്രൈവസി വളരെയധികം എൻജോയ് ചെയ്തിരുന്നു, ആസ്വദിച്ചിരുന്നു. ഐ ഡിഡ് എ ലോട്ട് ഓഫ് തിങ്കിങ് വൈൽ ഐ സാറ്റ് ഓൺ ദ ടോയ്ലറ്റ് സീറ്റ്. ഞാൻ ആ ടോയ്ലറ്റ് സീറ്റിൽ ഇരുന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുമായിരുന്നു. ഐ ഡിഡ് എ ലോട്ട് ഓഫ് ഡേ ഡ്രീമിങ് ടു. ഞാൻ ദിവാസ്വപ്നം വരെ, ഡേ ഡ്രീമിങ് എന്ന് പറഞ്ഞാൽ എന്താ, ദിവാസ്വപ്നം വരെ കാണുമായിരുന്നു. മെനി ടൈംസ് ഇമാജിങ് മൈസെൽഫ് ഇൻ സം ബിഗ് ഹാൾ ഡൂയിങ് എ റിയലി പോപ്പുലർ പ്ലേ വിത്ത് അതർ യങ് ആക്ടർ. ഞാൻ അവിടെ ഇരുന്നിട്ട് സ്വപ്നം കാണൽ എന്താ, ഞാൻ വലിയൊരു ഹാളിൽ ഒരുപാട് മുതിർന്ന ആക്ടേഴ്സിൻ്റെ ഒപ്പം എന്ത് ചെയ്യുക, ആക്ടിങ് ചെയ്യുന്നതൊക്കെ ഞാൻ അവിടെ ഇരുന്ന് സ്വപ്നം കാണുമായിരുന്നു. ഐ വുഡ് സിറ്റ് ദർ ഡ്രീമിങ്. ഞാൻ അങ്ങനെ ഇരുന്ന് സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നു. 7th one, I started asking myself why I had not writing anything since I left school. ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങി, എന്തുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും എഴുതുന്നില്ല. അറ്റ്ലീസ്റ്റ് അറ്റ് സ്കൂൾ ഐ ഹാഡ് റിട്ടൺ. എന്താണ്, സ്കൂൾ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനൊന്നും എഴുതാറില്ല എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങി. സം പോയംസ് ഓർ സ്റ്റോറീസ് ഇൻ ദ സ്കൂൾ മാഗസിൻ ആൻഡ് അതർ മാഗസിൻസ് ആൻഡ് ആൾസോ ഫോർ സ്കൂൾ കോമ്പറ്റീഷൻസ്. അവർ ഇംഗ്ലീഷ് ടീച്ചർ വാസ് always so encouraging. I remember the day I showed him my first poem. I was so excited. I could not concentrate in class for the whole days. എൻ്റെ മാഗസീനിൽ എൻ്റെ അന്നത്തെ ഇംഗ്ലീഷ് ടീച്ചർ ഞാൻ എഴുതാൻ തുടങ്ങുമ്പോൾ എന്നെ ഒരുപാട് പ്രോത്സാഹനം തന്നെ എൻകറേജ് ചെയ്യായിരുന്നു. അന്ന് എൻ്റെ പോയം മാഗസീനിൽ വന്നപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡായി. ആ ഒരു ദിവസം മുഴുവൻ എനിക്ക് ക്ലാസ് കോൺസെൻട്രേഷൻ ചെയ്യാനേ പറ്റിയില്ല, സന്തോഷം കൊണ്ട്. ഇനി 8th one, I did not know anything about publishing then and I did not ask myself if my stories were good enough. I just enjoyed writing things down when I had the time. പബ്ലിഷ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, വേറെ ഒന്നും സ്റ്റോറീസൊന്നും എഴുതിയിട്ടില്ല. അങ്ങനെ ഞാനിവിടെ നിന്ന് ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്. സോ വൺ ഫ്രൈഡേ ആഫ്റ്റർ ഐ ഹാവ് സ്റ്റാർട്ടഡ് ബീയിങ് ദ ടോയ്ലറ്റ് ബെസ്റ്റ് കസ്റ്റമർ. ഞാൻ സ്ഥിരം വന്ന് ഞാൻ ടോയ്ലറ്റിൻ്റെ ഒരു ബെസ്റ്റ് കസ്റ്റമർ ആയിട്ടുണ്ട്. ഐ ബോട്ട് മൈസെൽഫ് എ നോട്ട്ബുക്ക്. ഞാനൊരു നോട്ട്ബുക്ക് വാങ്ങിയിട്ടുണ്ട്. ഇൻ വിച്ച് ഐ വാസ് ഹോപ്പിംഗ് ടു റൈറ്റിംഗ് സംതിങ്. എന്തെങ്കിലും എഴുതാൻ വേണ്ടിയിട്ട്. ഐ ഡിഡ് നോട്ട് യൂസ് ഇറ്റ് ഫോർ ക്വൈറ്റ് എ വൈൽ അൺടിൽ വൺ ഈവനിങ്. പക്ഷേ അന്നത്തെ ദിവസം, ആ ഫ്രൈഡേ ദിവസം ഈവനിങ് വരെ ഞാനൊന്നും അതിൽ എഴുതിയില്ല. മൈ സിസ്റ്റർ ഹാഡ് ടേക്കൺ ഹെർ യൂഷ്വൽ തേഴ്സ്ഡേ ആഫ്റ്റർനൂൺ ഓഫ് ആൻഡ് ഷീ ഹാഡ് ബീൻ ഡിലേഡ് സംവെയർ. എൻ്റെ സിസ്റ്ററിന് എന്താണ്, തേഴ്സ്ഡേ ആഫ്റ്റർനൂണിൽ ഓഫാണ്, അപ്പോൾ അവൾ ലേറ്റ് ആവും എത്താൻ വേണ്ടിയിട്ട്. ഐ കെയിം ബാക്ക് ഫ്രം വർക്ക് ദെൻ വെയിറ്റഡ് ഇൻ ദ പാർക്ക് ഫോർ ദ റൈറ്റ് ടൈം ടു ഗോ ബാക്ക് ഇൻ ടു ദ യാർഡ്. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു ആ യാർഡിൽ. ദ വൈറ്റ് പീപ്പിൾ ഓൾവേസ് ഹാഡ് ദെയർ സൂപ്പർ അറ്റ് 6:30 ആൻഡ് ദാറ്റ് വാസ് ദ ടൈം ഐ യൂസ്ഡ് ടു സ്റ്റീൽ
my way in without disturbing them or being seen. My comings and goings had to be secret because they still did not know I stayed there. എന്താണ് ഞാൻ 5:30 വരെ എന്ത് ചെയ്യും ആ യാർഡിൽ ആ ഒരു പാർക്കിൽ എൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ട് 6:30 ആവോളം അവിടെ ഞാൻ വെയിറ്റ് ചെയ്യും. കാരണം എന്താണ് ആ വൈറ്റ് പീപ്പിൾസ് എന്ത് ചെയ്യും പുറത്തേക്ക് ഇറങ്ങുന്ന അവരെ സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്നെ കാണരുത്. കാരണം അവർക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ അവരെ ശല്യപ്പെടുത്താതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടും അവരെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യും സീക്രട്ടായിട്ട് അവരെ റൂമിൽ താമസിക്കുന്നത് ഇപ്പോഴും അവർക്കറിയില്ല. അതുകൊണ്ട് അവരെ ഒളിച്ച് ഇട്ടാണ് ഞാൻ എൻ്റെ സിസ്റ്ററെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. I realized that she had not come back and decided to sit down in front of her room. ഞാൻ കരുതി അവൾ വരാൻ ലേറ്റ് ആകുമെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അവളുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ പോയി ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. where I thought I would not be noticed. ആർക്കും ശ്രദ്ധയിൽ പെടാതെ. I was reading a copy of Drum magazine hoping that she would come back soon. അവൾ പെട്ടെന്ന് വരും എന്ന് കരുതിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഒരു ഡ്രം മാഗസീനും വായിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ബിഫോർ ദ ഡോഗ് സ്നിഫ്ഡ്. എൻ്റെ അടുത്തേക്ക് ഡോഗ്സ് മണം പിടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഞാൻ കേട്ടു 2 ഡോഗ്സ് കളിക്കുന്നതും അവരിങ്ങനെ അടുത്തേക്ക് വരുന്നതും അവൾ ഇരിക്കുന്ന അടുത്തേക്ക് വരുന്നതും അവൾ കേട്ടു. നിയറർ ടു വേർ ഐ വാസ് സിറ്റിംഗ് ആൻഡ് ദെൻ ദേ വർ ഇൻ ഫ്രണ്ട് ഓഫ് മീ. അങ്ങനെ അവസാനം അവർ എൻ്റെ മുന്നിൽ എത്തി. ലുക്കിംഗ് ആസ് സർപ്രൈസ്ഡ് ആസ് ഐ വാസ്. കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് സർപ്രൈസ്ഡ് ആയി. ഫോർ എ ബ്രീഫ് മൊമെൻറ്റ് വി ഷെയർഡ് ടു ഈച്ച് അതർ ദെൻ ദേ സ്റ്റാർട്ടഡ് ടു ബാർക്ക് അറ്റ് മീ. ഞാനൊന്ന് അനങ്ങിയാലേ ഒരു മൊമെൻറ്റ് അനങ്ങിയാൽ അവരെന്നെ കടിക്കും കുരക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. ഐ വാസ് ഷുവർ ദേ വുഡ് ടിയർ മീ എ പീസ് ഇറ്റ് ഐ മൂവ്ഡ് ജസ്റ്റ് ഓൺ ഫിഗർ. എന്താണ് ഞാൻ ഒരു വിരൽ അനക്കിയാൽ എനിക്ക് ഉറപ്പായിരുന്നു അവരെന്നെ പീസാക്കുമെന്നുള്ളത്. സോ ഐ സാറ്റ് വെരി സ്റ്റിൽ ട്രൈങ് നോട്ട് ടു ലുക്ക് അറ്റ് ദം. അതുകൊണ്ട് ഞാൻ അവരെ തന്നെ നോക്കിയിട്ട് ഒന്നും ശ്രദ്ധിക്കാതെ അനങ്ങാതെ അവിടെ നിന്നു. വൈൽ മൈ ഹേർട്ട് പൗണ്ടഡ് ആൻഡ് മൈ മൗത്ത് വെൻ ഡ്രൈ ആസ് പേപ്പർ. അല്ലേ, സ്വാഭാവികമായിട്ടൊരു നായ മുന്നിൽ വന്നാൽ നമ്മൾ ഹൃദയം ഇടിക്കും അല്ലേ, അതുപോലെ തന്നെ വായിലൊരു തുള്ളി വെള്ളമില്ലാതായി. ദെൻ ദ മാഡംസ് ഹൈ പിച്ച് വോയിസ് റാങ് ഔട്ട് എബൌട്ട് ദ ഡോഗ് ബാക്കി. അങ്ങനെ ഉച്ചത്തിൽ അവർ ബാക്കി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, കുരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്താണ് അവിടെയുള്ള മാഡൻ്റെ സൗണ്ട് ഉയർന്നത്. എന്ത് കേട്ടിട്ട്? ഈ ഡോഗ്സ് സൗണ്ട് ഉണ്ടാക്കുന്നത് കേട്ടിട്ട് വെള്ളക്കാരിയായ മാഡം അവിടുന്ന് ഉറക്കെ വിളിക്കാൻ തുടങ്ങി. പിക്ചറിൽ കണ്ടില്ലേ നിങ്ങളെ? 2 നായയും നമ്മളെ നായികയും കണ്ടോ കുറച്ച് ഒച്ച ഉണ്ടാക്കുന്നതൊക്കെ കണ്ടില്ലേ? ഇനി അടുത്ത ഭാഗം നോക്കാം. ദാറ്റ്സ് മൈ സിസ്റ്റർ ഇംഗ്ലീഷ് നെയിം. അതെൻ്റെ സിസ്റ്ററെ ഇംഗ്ലീഷ് നെയിമാണ്. വിച്ച് വി നെവർ യൂസ്. പക്ഷെ ഞങ്ങളൊന്നും അത് ഉപയോഗിക്കാറില്ല. ഐ കുഡ് നോട്ട് മൂവ് ഓർ ആൻസർ ദ കോൾ. ദ ഡോഗ് വാസ് സ്റ്റാൻഡിങ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ദ ടീത്ത് സോ ട്രേസൺലി ലോങ്. എന്താണ് എനിക്ക് ഒരു ആൻസർ പറയാൻ കഴിഞ്ഞില്ല. അവിടുന്ന് ആ വെള്ളക്കാരിയായ സ്ത്രീ ഇങ്ങനെ വിളിക്കുന്നത്, ചേച്ചിനെ വിളിക്കുന്നത് കേട്ടപ്പോൾ എനിക്കൊന്നും ആൻസർ കഴിയാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ ഡോഗ്സിൻ്റെ ടീത്തെല്ലാം പേടിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. വെൻ ദർ വാസ് നോ റിപ്ലൈ. അപ്പോൾ അവിടുന്ന് ഒരു റിപ്ലൈ ഇല്ലാത്തത് കാരണം ഷീ കെയിം ടു സീ വാട്ട് വി ഗോയിങ് ഓൺ. അപ്പോൾ അവർ അങ്ങോട്ട് വന്നു നോക്കി എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. ഇറ്റ്സ് യു. അപ്പോൾ അവർ പറയാം അത് നീയാണോ? ഹലോ. ദെൻ ദ ഡോഗ് സ്റ്റോപ്പ്ഡ് ബാക്കിങ്. അത് കേട്ടപ്പോൾ എന്ത് ചെയ്തു? ഡോഗ്സ് കുരക്കുന്നത് നിർത്തി. ബട്ട് ദേ ഹാഡ് നോട്ട് മൂവ്. പക്ഷെ അവർ പോയില്ല, ഡോഗ്സ് പോയില്ല. ദേ വർ സ്റ്റിൽ ഗ്രോളിങ് അറ്റ് മീ. മുരുണ്ട അവിടെ തന്നെ നിന്നു. പ്ലീസ് മാഡം, ദ ഡോഗ് വിൽ ബൈറ്റ് മീ. ഐ പ്ലേഡഡ് നോട്ട് മൂവിങ് മൈ ഐസ് ഫ്രം ദം. എന്താണ് ഞാൻ ആ നായ്ക്കളെ നോക്കിക്കൊണ്ട് തന്നെ മാഡത്തിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? പ്ലീസ് മാഡം, ഈ ഡോഗ്സ് എന്നെ കടിക്കും. ആ ഡോഗ്സിനെ നോക്കിക്കൊണ്ട് കണ്ണെടുക്കാതെ തന്നെ മാഡത്തിനോട് പറഞ്ഞു. നോ, ദേ വുഡ് നോട്ട് ബൈറ്റ് യു. അപ്പോൾ ആ മാഡം എന്താ പറഞ്ഞത്? ഇല്ല, അത് നിന്നെ കടിക്കില്ല. വെൻ ഡിഡ് യു കം ഇൻ? നീ എപ്പോഴാണ് വന്നത്? വി ഡിഡിൻറ്റ് സീ യു. ഞാൻ നിന്നെ കണ്ടില്ലല്ലോ. ഐ ഹാവ് ബീൻ ഹിയർ ഫോർ സം ടൈം. ഞാൻ കുറച്ച് നേരമായി വന്നിട്ട്. മൈ സിസ്റ്റർ ഈസ് ഇൻ ഹിയർ. എൻ്റെ സിസ്റ്റർ ഇവിടെ ഇല്ല എന്ന് തോന്നുന്നു. ഐ ആം വെയിറ്റിംഗ് ടു ടോക്ക് ടു ഹർ. ഞാൻ അവളോട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ഷീ ഈസ് നോട്ട് ഹിയർ. അവൾ അവിടെ ഇല്ല, മാഡം പറയാണ്. ഐ കാൻ ഗീവ് ഹർ മെസ്സേജ്. ഞാൻ വേണമെങ്കിൽ അവൾക്ക് മെസ്സേജ് അയക്കാം. യു ഗോ ഓൺ ഹോം. നീ നിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ. ഐ വിൽ ടെൽ ഹർ
ദാറ്റ് യു വാണ്ട് ടു സീ ഹെർ. ഞാൻ അവളോട് നിന്നെ വന്ന് കാണാൻ പറയാം. അപ്പോൾ ഈ വെള്ളക്കാരിയായ മാഡത്തിന് അറിയില്ല അവളിവിടെ സീക്രട്ടായിട്ട് താമസിക്കുന്നതൊന്നും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. എവറി മോർണിംഗ് ഐ ഹാഡ് ടു വേക്ക് അപ്പ് സ്ട്രൈറ്റ് വേ. ഞാൻ എല്ലാ ദിവസവും നേരത്തെ എണീക്കും. റോൾ മൈ ബെഡിങ് ആൻഡ് പുട്ട് ഇറ്റ് ഓൾ അണ്ടർ ദ ബെഡ് വേർ മൈ സിസ്റ്റർ വാസ് സ്ലീപ്പിംഗ്. ഞാൻ എൻ്റെ ബെഡൊക്കെ റോൾ ചെയ്ത് വെക്കും. അപ്പോൾ എൻ്റെ സിസ്റ്റർ അവിടെ ഉറങ്ങുന്നുണ്ടാവും. ഐ വാസ് നോട്ട് സപ്പോസ്ഡ് ടു പുട്ട് ഓൺ മൈ ലൈറ്റ് ആൾദോ ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക്. നല്ല ഇരുട്ടാണെങ്കിൽ പോലും ഞാൻ അവിടെ ഒരു ലൈറ്റ് പോലും ഇടാതെ ഐ ഹാഡ് ലൈറ്റ് ടു എ കാൻഡിൽ ആൻഡ് ടിപ്ടോ മൈ വേ ഔട്ട് വിത്ത് എ സോപ്പ് ഡിഷ് ആൻഡ് ടൂത്ത് ബ്രഷ്. എന്താണ് പറഞ്ഞത്? ടിപ്പ് ടോപ്പ് എന്ന് പറഞ്ഞാൽ കാലിങ്ങനെ ഉയർത്തിയിട്ട് അനക്കമില്ലാതെ ഞാൻ എൻ്റെ സോപ്പും ഡിഷും ടൂത്ത് പേസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോവാറ്. ആരും അറിയാതെ അത്രയും ശല്യപ്പെടുത്താതെയാണ് പോവാറ്. ഐ ഹാഡ് ഡു എവറിത്തിങ് ആൻഡ് ബി ഓഫ് ദ പ്രിമൈസസ് ബൈ 5:30 വിത്ത് മൈ ഷൂസ് ഇൻ മൈ ബാഗ്. എല്ലാ 5:30 ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ ഷൂ ഒക്കെ എൻ്റെ ബാഗിലിട്ടു. ഐ ഓൺലി പുട്ട് ദം ഓൺ വൺസ് ഐ വാസ് സേഫ്ലി ഔട്ട് ഓഫ് ദ ഗേറ്റ്. ഞാൻ എന്നിട്ട് അത് പുറത്തേക്ക് എടുക്കൽ എപ്പോഴാണ്? സേഫായിട്ട് ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് ഇറങ്ങിയാൽ മാത്രമാണ് ഞാൻ എൻ്റെ ഷൂസൊക്കെ ബാഗിൽ നിന്ന് പുറത്തെടുക്കൽ. തിങ്കിങ് അബൌട്ട് ഓൾ ദീസ് തിങ്സ് ടുക്ക് മൈ മൈൻഡ് എവേ ഫ്രം ദ ബൈറ്റിംഗ് കോൾഡ് ഓഫ് ദ നൈറ്റ് ആൻഡ് മൈ വെറ്റ് നോസ് അൺടിൽ ഐ സോ മൈ സിസ്റ്റർ വാക്കിംഗ് ടുവേർഡ്സ് മീ. ഇതൊക്കെ ആലോചിച്ച് ഞാൻ അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ മൈൻഡിലിട്ടിട്ട് ആ ബൈറ്റിംഗ് കോൾഡ് തണുപ്പുള്ള സമയത്തും എൻ്റെ നോസ് ഉണങ്ങി തെറിച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് എൻ്റെ സിസ്റ്റർ അവിടുന്ന് നടന്നു വരുന്നത് ഞാൻ കാണുന്നത്. മോളോ, വാട്ട് ആർ യു ഡൂയിങ് ഔട്ട്സൈഡ് ഇൻ ദ സ്ട്രീറ്റ്? നീ ഈ സ്ട്രീറ്റിൽ എന്താ ചെയ്യുന്നത്? ഷീ ഗ്രീറ്റഡ് മീ. അവൾ എന്നോട് ചോദിച്ചു ഗ്രീറ്റ് ചെയ്തുകൊണ്ട്. ഐ ക്വിക്ക്ലി ബ്രീഫ്ഡ് ഹർ ഓൺ വാട്ട് ഹാഡ് ഹാപ്പൻ. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. വാട്ട് വർ യു ഡൂയിങ് ഇൻസൈഡ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്? അപ്പോൾ ഈ നടന്ന സംഭവങ്ങളൊക്കെ വന്ന് മാഡം വന്നതും ഡോഗ്സ് കുരച്ചതും ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ചേച്ചി പറയണു, വാട്ട് വർ യു ഡൂയിങ് ഇൻസൈഡ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്? അപ്പോൾ നിനക്ക് ആദ്യത്തെ സ്ഥലത്ത് തന്നെ നിന്നൂടെയെന്നില്ലേ? യു ഷുഡ് ഹാവ് വെയിറ്റഡ് ഫോർ മീ സോ വി കുഡ് വാക്ക് ടുഗദർ. നമ്മൾ ഒരുമിച്ച് നടന്നു പോകുമ്പോഴാണ് നിന്നെ കണ്ടിരുന്നെങ്കിൽ എനിക്ക് പറയായിരുന്നു എന്നെ കാണാൻ വന്നതാണെന്ന്. ദെൻ ഐ കുഡ് സേ യു വർ വിസിറ്റിംഗ് ഓർ സംതിങ്. നീ എന്നെ കാണാൻ വന്നതോ അല്ലെങ്കിൽ വേറെ ആവശ്യത്തിന് വന്നതാണെന്ന് എനിക്ക് പറയായിരുന്നു. നൗ യു ടെൽ മീ. നീ ഇപ്പോൾ പറയൂ. വാട്ട് ആം ഐ സപ്പോസ്ഡ് ടു സേ to them in they see you come in again. നിന്നെ ഇനി വീണ്ടും കാണുകയാണെങ്കിൽ ഞാൻ എന്താണ് ഞാനിനി പറയുക എന്ന് ചൂടായിക്കൊണ്ട് ദേഷ്യത്തിൽ ചേച്ചി ചോദിക്കുകയാണ്. ഷീ വാക്കഡ് അഗ്രീലി ടുവേർഡ്സ് ദ ഗേറ്റ്. അങ്ങനെ ഗേറ്റിൻ്റെ അവിടുന്ന് ദേഷ്യത്തിൽ ചേച്ചി നടന്നു. വിത്ത് മീ ഹെസ്റ്റൻലി ഫോളോവിങ് ഹെർ. എനിക്ക് വേറൊരു വഴി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവളെ ഫോളോ ചെയ്യായിരുന്നു. ഐ മംബിൾഡ് മൈ അപ്പോളജീസ് ആൻഡ് ഫോളോഡ് ഹെർ ഇൻ. ഞാൻ എൻ്റെ മാപ്പ് ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ബൈ സം മിറാക്കിൾസ് നോ വൺ സീംഡ് ടു ഹാവ് നോട്ടീസ്ഡ് ആസ് ആൻഡ് വി ക്വിക്ക്ലി മഞ്ച്ഡ് എ സ്നാക്സ് ഓഫ് കോൾഡ്. അപ്പോൾ എന്തോ ഒരു ഭാഗ്യവശാൽ മറ്റാരും ഞങ്ങളെ അവിടെ കണ്ടില്ല. എന്നിട്ട് പെട്ടെന്ന് ക്വിക്ക്ലി മഞ്ച്ഡ് എ സ്നാക്ക് ഓഫ് കോൾഡ് ചിക്കൻ ആൻഡ് ബോയിൽഡ് പൊട്ടറ്റോസ് ആൻഡ് ഡ്രാങ്ക് അവർ ടീ ഹാർഡ്ലി ഓൺ സ്പീക്കിംഗ് ടേംസ്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു? സ്നാക്സ് കഴിച്ചു, കോൾഡ് ചിക്കൻ കഴിച്ചു, ബോയിൽഡ് പൊട്ടറ്റോ പുഴുങ്ങിയ പൊട്ടറ്റോ കഴിച്ചു, ഡ്രാങ്ക് അവർ ടീ ഞങ്ങൾ ചായ കുടിച്ചു, ഒന്നും സംസാരിക്കാതെ തന്നെ. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഹൗൾ ലൈക്ക് എ ഡോഗ്. എനിക്കൊരു നായയെ പോലെ ഉച്ചത്തിൽ കുരക്കണമായിരുന്നു. ഐ വിഷ്ഡ് സംബഡി വുഡ് കം ആൻഡ് ബി മൈ ഫ്രണ്ട്. എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അവനോട് ഒരുപാട് സംസാരിക്കാമായിരുന്നു. ആൻഡ് ടെൽ മീ ദാറ്റ് ഐ വാസ് നോട്ട് യൂസ്ലെസ്. ഞാനൊരു യൂസ്ലെസ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു ഫ്രണ്ടിനോട് സംസാരിക്കണം. ആൻഡ് ദാറ്റ് മൈ സിസ്റ്റർ ഡിഡ് നോട്ട് ഹേറ്റ് മീ. എന്നാലും എൻ്റെ സിസ്റ്റർ എന്നെ വെറുത്തില്ല. ആൻഡ് ടെൽ മീ ദാറ്റ് അവൾ എന്നോട് പറഞ്ഞത് എന്താണ്? വൺ ഡേ ഐ വുഡ് ഹാവ് എ നൈസ് പ്ലേസ് ടു ലീവ് എനിത്തിങ്. ഒരു ദിവസം നിനക്ക് ജീവിക്കാൻ നല്ല ഒരു സ്ഥലം കിട്ടും എന്ന് പറയുകയാണ് അവൾ എന്നോട് ചെയ്തത്. The next morning I woke up long before the alarm went off. അലാറം അടിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ എണീറ്റു അടുത്ത ദിവസം. Some kind of pain within pushed me to do everything at double speed and run to my toilet. അന്നത്തെ ദിവസം എനിക്ക് എന്തോ ഒരു എല്ലാ ദിവസം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഡബിളായിട്ട് ചെയ്യാനുള്ള ഒരു ഉള്ളിൽ നിന്നും ചെയ്യാനും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ത്വര വന്നു. ഐ കോൾ ഇറ്റ് മൈ ടോയ്ലറ്റ് ബിക്കോസ് എനിക്ക് എൻ്റെ ടോയ്ലറ്റ് എന്നെ വിളിക്കുന്നത് പോലെ തോന്നി. ദാറ്റ് ഈസ് എക്സാക്ട്ലി ഔ ഫെൽറ്റ്
about it. I felt my spirit really lifting as I put on my shoes outside the gate. എൻ്റെ ഉള്ളിൽ എൻ്റെ സ്പിരിറ്റിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. I made sure that my notebook was in my bag. ഞാൻ എൻ്റെ എഴുതാനുള്ള നോട്ട്ബുക്ക് എൻ്റെ ബാഗിലുണ്ട് എന്ന് ഉറപ്പുവരുത്തി. I was walking faster, സ്പീഡിൽ നടന്നു. And my feet were feeling lighter all the എനിക്ക് എൻ്റെ കാൽപാദമൊക്കെ കനമില്ലാത്തതുപോലെ ആരോ എന്നെ എടുത്തു കൊണ്ടുപോകുന്നത് പോലെ ഫീൽ ചെയ്തു. Then I noticed that the door had been painted. ഞാൻ ശ്രദ്ധിച്ചു ദൂരെ നിന്ന് തന്നെ ഡോർ പെയിൻറ് ചെയ്തതുപോലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, ടോയ്ലറ്റിൻ്റെ ഡോറ്. ആൻഡ് ദാറ്റ് എ ന്യൂ വിൻഡോ പെയിൻ ഹാഡ് റീപ്ലേസ്ഡ് ദ ഓൾഡ് ബ്രോക്കൺ വൺ. ആദ്യം ഉണ്ടായിരുന്ന മുറിഞ്ഞ ജനവാതിൽ മാറ്റിയിട്ട് പുതിയ ഒരു വിൻഡോ പെയിൻ അവിടെ വന്നിട്ടുണ്ട്. I smiled to myself as I reached the door. ഞാൻ എൻ്റെ ഉള്ളിൽ ചിരിച്ചു. എനിക്ക് വേണ്ടിയിട്ട് ഈ ഡോറിൻ്റെ അടുത്തെത്തിയപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ എന്നുള്ളത് ആലോചിച്ച് ഞാൻ എൻ്റെ ഉള്ളിൽ ചിരിച്ചു. ബിഫോർ ലോങ് ഐ വാസ് സിറ്റിംഗ് ഓൺ ദ ടോയ്ലറ്റ് സീറ്റ് റൈറ്റിംഗ് എ പോയം. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് എന്ത് ചെയ്തു, പോയംസൊക്കെ എഴുതാൻ തുടങ്ങി. മെനി മോർ മോർണിംഗ് സോ മീ സിറ്റിംഗ് ദ റൈറ്റിംഗ്. അങ്ങനെ ഒരുപാട് രാവിലെ ഞാൻ ഇങ്ങനെ എഴുതാൻ തുടങ്ങി. സംടൈംസ് ഇറ്റ് ഡിഡ് നോട്ട് നീഡ് ടു ബി എ പോയം. ചില സമയത്ത് പോയം മാത്രമല്ല, കവിത മാത്രമല്ല എഴുതുന്നത്. ഐ റോട്ട് എനിത്തിങ് ദാറ്റ് കെയിം ടു മൈ ഹെഡ്. എൻ്റെ തലയിൽ എന്തൊക്കെ വരുന്നു അതൊക്കെ ഞാൻ എഴുതി ഒരു സുഹൃത്തിനോട് പറയുന്നത് പോലെ ഞാൻ ആ നോട്ട് ബുക്കിൽ എഴുതി വെക്കും. ഇൻ ദ സെയിം വേ ഐ വുഡ് ഹാവ് ഡൺ ഇഫ് ഐ ഹാഡ് എ ഫ്രണ്ട് ടു ടോക്ക്. ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ എൻ്റെ തലയിൽ വരുന്നതൊക്കെ ഞാൻ അതിൽ എഴുതി വെക്കും. I remember some days when I felt like I was hiding something from my sister. എനിക്ക് കുറച്ച് ദിവസത്തിന് ശേഷം ഇങ്ങനെ എനിക്ക് ഓർമ്മ വന്നു ഞാൻ എൻ്റെ സിസ്റ്ററിൽ നിന്നും എന്തോ ഹൈഡ് ചെയ്ത് മറച്ച് വെക്കുന്നുണ്ട് എന്നുള്ളത്. ഷീ ഡിഡ് നോട്ട് നോ എബൌട്ട് മൈ ടോയ്ലറ്റ് ഇൻ ദ പാർക്ക്. ഈ പാർക്കിലുള്ള ഈ ടോയ്ലറ്റിനെ കുറിച്ചൊന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. ആൻഡ് ഷീ വാസ് നോട്ട് ഇൻ ദ ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് ഇൻ മൈ നോട്ട് ബുക്ക്. അവൾക്കാണെങ്കിൽ എൻ്റെ നോട്ട് ബുക്ക് വായിക്കാനൊന്നും ഒരു താല്പര്യമില്ല. അങ്ങനെ കവിതകൾ എഴുതാനും വായിക്കാനും താല്പര്യമില്ലാത്ത ആളാണ്. സിസ്റ്ററെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ദെൻ വൺ മോർണിംഗ്, ഒരു ദിവസം രാവിലെ, ഐ വാണ്ടഡ് ടു റൈറ്റ് എ സ്റ്റോറി അബൌട്ട് വാട്ട് ഹാഡ് ഹാപ്പൻ അറ്റ് വർക്ക് ദ ഡേ ബിഫോർ. ദ സൂപ്പർവൈസർ സ്ക്രീമിംഗ് അറ്റ് മീ ഫോർ നോട്ട് കോളിംഗ് ഹർ വെൻ ഐ ഹാഡ് സീൻ ദ പീപ്പിൾ ഹൂ സ്റ്റോൾ 2 dresses അറ്റ് ലഞ്ച് ടൈം. എനിക്ക് അന്ന് ഒരു കഥ എഴുതണമായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന അവിടെ 2 ഡ്രസ്സ് കളഞ്ഞു പോയിട്ട് അതിനെതിരെ സൂപ്പർവൈസർ ചീത്ത വിളിക്കുന്നതിനെ കുറിച്ച് ഒരു കഥ എഴുതണമായിരുന്നു. ഇറ്റ് ഓൾ കെയിം ബാക്ക് ടു മീ ആൻഡ് ഐ വാസ് സ്മൈലിംഗ് വെൻ ഐ റീച്ച്ഡ് ഫോർ ദ ഡോർ. അങ്ങനെ ഞാൻ എല്ലാം ചെയ്ത് എന്ത് ചെയ്തു, റീച്ച്ഡ് ആ ഡോറിൻ്റെ അടുത്തെത്തി. ബട്ട് ഇറ്റ് വുഡ് നോട്ട് ഓപ്പൺ, ഇറ്റ് വാസ് ലോക്ക്ഡ്. പക്ഷേ അന്ന് ആ ദിവസം എനിക്ക് ആ ടോയ്ലറ്റിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ് വാസ് ലോക്ക്ഡ്. അത് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ആക്സെപ്റ്റഡ് ദാറ്റ് ദ ടോയ്ലറ്റ് വാസ് നോട്ട് മൈൻ ആഫ്റ്റർ ഓൾ. അന്ന് ആദ്യമായിട്ട് എനിക്കത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു, മനസ്സിലാക്കേണ്ടി വന്നതോ അത് എൻ്റെ ടോയ്ലറ്റല്ല, എനിക്ക് മാത്രം ഉള്ളതല്ല, എൻ്റേതല്ല എന്ന് അന്ന് ആദ്യമായിട്ട് ഞാൻ എൻ്റെ മൈൻഡിൽ ആലോചിച്ചു. സ്ലോലി ഐ വാക്ക്ഡ് ഓവർ ദ ബെഞ്ച് നിയർ ബൈ, വാച്ച്ഡ് ദ ഏർലി സ്പ്രിംഗ് സൺ കം അപ്പ് ആൻഡ് റോട്ട് ദ സ്റ്റോറി എനിവേ. അങ്ങനെ ഞാൻ പതുക്കെ എന്ത് ചെയ്തു, അവിടെ അടുത്തുള്ള ബെഞ്ചിലേക്ക് നടന്ന് അവിടെ ഇരുന്നു. വാച്ച്ഡ് ഏർലി സ്പ്രിംഗ്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്തു, സ്പ്രിങ്ങിൽ വരുന്ന സൂര്യനെ വരുന്നത് കണ്ട് അവിടെ ഇരുന്ന് എൻ്റെ സ്റ്റോറി, ആ ബെഞ്ചിലിരുന്ന് സ്റ്റോറി എഴുതുകയാണ് ചെയ്തത്. ഇത്രയുമാണ് ദ ടോയ്ലറ്റ് എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിലെ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ എഴുത്തുകാരിയുടെ സ്വന്തം അനുഭവക്കുറിപ്പാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അവരനുഭവിച്ചിരുന്ന അടിമത്തത്തിൻ്റെയും സ്ത്രീ ശാക്തീകരണത്തിൻ്റെയൊക്കെ ഒരു സ്റ്റോറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലവണ്ണം അർത്ഥറിഞ്ഞ് മനസ്സിലാക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.